ഹലയ പദ്ധതി നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദയത് കഴലിത കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ വിവരങ്ങളിൽ നിന്നാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. നമുക്ക് ഓരോ സൂചകവും കുറച്ചുകൂടി വിശദമായി പഠിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം. സംശയാസ്പദമായ ഓർഗനൈസേഷന്റെ ഓരോ പാരാമീറ്ററും നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കാം. ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ നോക്കും. സവത് യാദത് രചനചേതം അക്കമനെ സവൈ ഡാത്മത്മല 2025 മാർച്ച് 30 ഡാറ്റയെ അടിസ്ഥാനമാക്കിയാണ് ഈ അവലോകനം സൃഷ്ടിച്ചത്. വർഗീകരണം വഴി ജെയ്ത് കഴലത കമ്പനി സവത് യൗദ്രേത് ഉപവിഭാഗത്തിൽപ്പെടുന്നു. ഹവോദ്രേത് 76 ഓർഗനൈസേഷനുകൾ വിലയിരുത്തലിൽ പങ്കെടുക്കുന്നു. ഇത് വളരെ പ്രതിനിധിയാണ്. അന്തിമ പരിഹാരങ്ങൾക്കായി വീഡിയോയുടെ അവസാനം കാണുക. പഠിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയുടെ ഫലം ഇതാണ്. 10 പോയിന്റിൽ 6.5. ഉപവിഭാഗത്തിനുള്ള ശരാശരി സ്കോർ 1.5 പോയിന്റ്. നിങ്ങൾ വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ മുഴുവൻ വിപണിയിലും മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി സ്കോർ 1.9 പോയിന്റാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. കമ്പനിക്ക് 6.5 എന്ന സ്കോറിനെതിരെ സവത് യൗദ്രേത് കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു. ഫവത് യൗദ്രേത് ഉപവിഭാഗം ഓഹരികളും കഴിഞ്ഞ 12 മാസത്തെ ഓഹരികൾ ഞങ്ങൾ കാണും. സവത് യൗദ്രേത് 11.8% മാറ്റം കാണിച്ചു. ഉപവിഭാഗത്തിന്റെ 11% വിലയുടെ ചലനാത്മകതയ്ക്കെതിരെ. ഇത് വ്യക്തമായി ഒന്നും സൂചിപ്പിക്കുന്നില്ല, എന്നാൽ ഈ വസ്തുത മനസ്സിൽ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. കമ്പനിയുടെ വിപണി മൂലധനം സവത് യൗദ്രേത് $5.67 ബില്യൺ. ഉപവിഭാഗത്തിന്റെ മൂലധനം $668 ബില്യൺ ആണ്. സവത് യൗദ്രേത് 0.849% വിഹിതമുണ്ട്. ഉപവിഭാഗത്തിലെ ചെറുകിട കമ്പനികളിൽ ഒന്നാണിത്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം $4.58 ബില്യൺ ആണ്. ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം $201 ബില്യൺ ആണ്. സവത് യൗദ്രേത് 2.277% വിഹിതമാണ്. വിപണിയുടെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും അധിനിവേശ ഷെയറുകളുടെ താരതമ്യം ചെയ്യുമ്പോൾ ഞങ്ങൾ ഇനിപ്പറയുന്നവ കാണുന്നു. പങ്കിടുക. സവത് യൗദ്രേത് വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ ഒരു ഉപവിഭാഗത്തിൽ 0.849%. ബാലൻസ് ഷീറ്റ് മൂലധനം 2.277%. ഇത് വിപണി മൂലധന വിഹിതത്തിൽ 168% വർധനവാണ്. ഉപവിഭാഗത്തിൽ കമ്പനിയുടെ വിപണി വിഹിതവും ബാലൻസ് ക്യാപിറ്റലൈസേഷന്റെയും വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. പഠനത്തിന് കീഴിലുള്ള സ്ഥാപനത്തിന്റെ കടബാധ്യതകൾ $0.50 ബില്യൺ ആണ്. പുസ്തക മൂല്യത്തിലേക്കുള്ള കടം ഇക്വിറ്റിയുടെ 11%. കമ്പനിയുടെ കടബാധ്യതകൾക്കുള്ള സ്കോർ നല്ലത് 1 പോയിന്റ്. കമ്പനിയുടെ വിപണി വിലയും വരുമാന അനുപാതവും 14.2 ആണ്. 32.6 എന്ന ഉപവിഭാഗത്തിൽ ശരാശരി. ഇത് ഉപവിഭാഗത്തിലെ ശരാശരിയേക്കാൾ 56% കുറവാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റോക്ക് വിലയും ലാഭവും തമ്മിലുള്ള അനുപാതത്തിന്റെ വിലയിരുത്തൽ വളരെ നല്ലത് 2 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $399 മില്യൺ. വരുന്ന 12 മാസത്തെ ഭാവി വരുമാനം $552 മില്യൺ. ഇത് നിലവിലെ സമയത്തേക്കാൾ 38.3% കൂടുതലാണ്. ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കണക്കാക്കിയ ഭാവി ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. കമ്പനിയുടെ വിലവിൽപ്പന അനുപാതം 2.2 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി 5.1 ആണ്. ഇത് ഉപവിഭാഗത്തേക്കാൾ 57% കുറവാണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വരുമാന സൂചകങ്ങളിലേക്കുള്ള കമ്പനിയുടെ വിപണി മൂല്യത്തിന്റെ വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $2,550 മില്യൺ. വരുന്ന 12 മാസത്തെ ഭാവി വരുമാനം $3,530 മില്യൺ.
ഇത് നിലവിലുള്ളതിനേക്കാൾ 38% കൂടുതലാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വരുമാന സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. മാർജിൻ 15.7%. ഉപവിഭാഗത്തിന് ശരാശരി 15.7%. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 0%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന ലാഭത്തിന്റെ വിലയിരുത്തൽ സഹിക്കാവുന്ന 0 പോയിന്റുകൾ. ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം 2.939%. ഇത് വിപണി മൂലധനത്തിന്റെ വിഹിതത്തേക്കാൾ 246% കൂടുതലാണ്. ഇത് സ്ഥാപനത്തിന്റെ വിനിമയ വിലയിലെ അസന്തുലിതാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു. മറിച്ച് വില കുറച്ച് കാണുന്നതിന് വേണ്ടിയാണ്. ഒരു കമ്പനി ജീവനക്കാരന്റെ വിപണി മൂലധനം $2,581,000. ഉപവിഭാഗത്തിന് $8,938,000. ഉപവിഭാഗത്തിന്റെ ശരാശരിയും സ്ഥാപനത്തിന്റെ സൂചകങ്ങളും തമ്മിലുള്ള വ്യത്യാസം 71.1%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ കമ്പനിയുടെ വിപണി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ ലാഭം $181,600 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരി $273,800. കൂടാതെ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 34%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും ലാഭം കണക്കാക്കൽ സഹിക്കാവുന്ന 0 പോയിന്റുകൾ. കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ പങ്ക് $1,161,000 ആണ്. ഉപവിഭാഗം പ്രകാരം $1,747,000. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 50%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ വരുമാനത്തിന്റെ ഏകദേശ കണക്ക് സഹിക്കാവുന്ന 0 പോയിന്റുകൾ. വിൽപ്പന ഇടപാടുകളുടെ അളവ് 1.7%. ഉപവിഭാഗത്തിന് ശരാശരി 2.7%. ഇതൊരു ഷോർട്ട് സ്ക്വീസ് റിസ്ക് ഇൻഡിക്കേറ്റർ ആണ്. സൂചകം 14 കമ്പനിക്ക് 34% ലെവൽ കാണിക്കുന്നു. ഉപവിഭാഗത്തിന് ഈ നില ഏകദേശം 40%. സാധ്യതയുള്ള ഉപവിഭാഗത്തിന്റെ ഓഹരികൾ ഏകദേശം ഓഹരികൾക്ക് തുല്യമാണ്. കമ്പനിയുടെ നിലവിലെ ഓഹരി വില ഏകദേശം $35.97 ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം $47.09 ആണ്. യഥാർത്ഥ എസ്റ്റിമേറ്റിന്റെയും സമവായ പ്രവചനത്തിന്റെയും ചലനാത്മകത ഏകദേശം 31%. എല്ലാവർക്കും ലഭ്യമായ ഓർഡറുകളുടെ പട്ടിക നോക്കാം. ലിങ്ക് പിൻ ചെയ്ത അഭിപ്രായത്തിലാണ്. ഓർഡർ ടേബിളിൽ വിവരങ്ങളും റഫറൻസ് സംവിധാനവും മുഖേനയുള്ള ഒരു നിശ്ചിത സീസണിലെ തീരുമാനങ്ങളിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു. ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. വിലയിരുത്തൽ അടിസ്ഥാനമാക്കി വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഒരു ഓഹരിക്ക് $35.98 എന്ന നിരക്കിൽ വർധനവിന് ഒരു വ്യാപാരം തുറക്കുക. കമ്പനിക്ക് ഉയർന്ന റേറ്റിംഗ് ഉള്ളതിനാലാണ് കരാർ തുറന്നത്. കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ മാനദണ്ഡത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അക്യുമിന്റെ സൂചിക. എടുക്കുക ലാഭം 38.52 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 33.44 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ. തുടർന്ന് 2025 ഏപ്രിൽ 29 ട്രേഡിംഗ് സെഷന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വയമേവ നിശ്ചയിക്കപ്പെടും. അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം. ടിക്കർ ഒരു കൗണ്ടർ ബാലൻസിംഗ് സെയിൽ ട്രേഡ് ആണ്. ബാലൻസ് ഓർഡറിലെ വീഡിയോ ആയിരിക്കും അല്ലെങ്കിൽ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിച്ചതാണ്. ഓർഡറുകളിലൊന്ന് അടയ്ക്കുമ്പോൾ പ്രധാന അല്ലെങ്കിൽ ബാലൻസിംഗ്
മറ്റൊരു ഓർഡർ നിലവിലെ തലത്തിൽ അടച്ചു. ഈ വീഡിയോ കാണുന്നതിനും വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും വളരെ നന്ദി. കഴുകരുത്. നിങ്ങൾ ഭൂമിയിലെ ഏറ്റവും മികച്ച പ്രേക്ഷകരാണ്.